പെൻഷൻ കിട്ടിയ പൈസ ഇപ്പോ UDF വന്നാലും എനിക്ക് കിട്ടൂല. നിങ്ങൾ തന്നെ വരണോ? അതെ, താൻ പ്ലാൻ ചെയ്ത എല്ലാ പരിപാടികളും കുളമായിട്ടുണ്ട്. ഇനി ഇതെങ്കിലും എനിക്കൊന്ന് ഭംഗിയായിട്ട് ചെയ്തു തരണേ. നീ പോടാ അവിടെ. ചരട് വരിയിൽ ഞാൻ പണ്ടേ ഒരു ചാണക്യനാണ്. അതായത് ഒരു കർഷക തൊഴിലാളി എനിക്ക് കിട്ടിയ 2000 രൂപ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു. എനിക്ക് പെൻഷൻ കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പാവം കർഷക തൊഴിലാളി. ആ പാവം കർഷക തൊഴിലാളി ഞാൻ ബഹുമാനത്തോടു കൂടി ആ 2000 രൂപ വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ 2000 രൂപ അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് ഇട്ടു. നിങ്ങൾ തന്നെ ഉപയോഗിച്ചോ? പെരിയ മനുഷ്യൻ അറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കണ്ടിയാ അവിടെ കണ്ടത് ആദ്യമായിട്ട് വരികയാണ്. മാലിയിടുന്ന കൂട്ടത്തിൽ എല്ലാവരും വരുന്ന കൂട്ടത്തിൽ മൂപ്പറും വന്നിയാണ്. അപ്പോൾ വന്നപ്പോൾ 2000 ഇങ്ങനെ ഞാൻ ചോദിച്ചു എന്താ വെച്ചു. അപ്പോൾ പറഞ്ഞു ഇത് പെൻഷൻ കിട്ടിയാന്ന്. ഞാനത് വാങ്ങി. അവർക്ക് അത് മാത്രമേ ഉള്ളൂ ഉറപ്പുള്ളൂ. നാട്ടുകാരങ്ങനൊന്നും അല്ല പറയുന്നത്. പെൻഷൻ കാശ് വൃദ്ധൻ MV ഗോവിന്ദന് കൈമാറിയ തിരക്കഥ പൊളിയുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പെൻഷന് ഓരോരോ നേതാക്കന്മാരെ എത്തിയെത്തു, പിണറായിന്റെ എത്തിയെത്തും, വേറെ എല്ലാവരും എത്തിയെത്തും. പെൻഷൻ കിട്ടിയിട്ട് എന്നിട്ട് എത്തിയെത്തുന്നു. ഫോട്ടോ എടുക്കുന്നില്ല, അങ്ങനെ കളിക്കുന്നില്ലേ? അത്രയും മാതിരിയിൽ ഞാൻ കയറിയിട്ട് കളിക്കാം. നീ എനിക്കൊരു പാരായിട്ട് ഇറങ്ങിയിരിക്കണല്ലേടാ. അത് ചോറായി. ഞാൻ വേറെയുള്ള നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞ് അയാൾ എതിർത്ത് കൊടുക്കാണ്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു തരൂന്ന്. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. ഞാൻ അങ്ങനെ കൊടുത്ത് തിരിച്ചു തരികയും ചെയ്തു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഞാൻ മനസ്സിലാക്കുന്ന കൊടുക്കാനില്ല. പേര് കേൾക്കാൻ വേണ്ടി ചെയ്ത പറഞ്ഞ ചെയ്യണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാണിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി സംഗതി പുകയാണെന്ന്. ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്. ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ്. ഈ പെൻഷൻ കിട്ടിയത് ഞാൻ ഇങ്ങനെ എടുത്ത് ഞാനിങ്ങനെ എണ്ണി കളിച്ച് പിന്നെ ഒരു ഫോട്ടോ എടുപ്പിക്കണമെന്നുള്ള വിചാരിച്ചതാ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല. ഇന്നലെ വരെ ജോസിനെ തല്ലിക്കൊന്നാലേ ഈ നാട് നന്നാവുള്ളൂ എന്ന് പറഞ്ഞു നടന്ന ആളാ. ഇവിടെ ഇതെന്നാ പറ്റിയതാ? 2 പ്രതികരണം വന്നിട്ടുണ്ട്. ഒരു പ്രതികരണം മാത്രമല്ല, 2 പ്രതികരണമുണ്ട്. അത് 2 കൂടി വായിച്ചു നോക്കും. ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റിന്ന്? അവസാനം വന്നതും കൂടി വായിച്ചു നോക്കുന്നു. അതാ ഞാൻ പറഞ്ഞു. ഇന്നലെ വന്നത് കൂടി വായിച്ചിട്ടാണെന്ന് പറയാം. പഞ്ചായത്തിന് തന്നെ നാണക്കടയില്ലേ? ഞാൻ അപ്പോഴെ പറഞ്ഞല്ലോടോ, ഈ സീതളേട്ടനൊന്നും ഇതിനെ പറ്റിയ ആളല്ല.